ഹായ് ഡിയോസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ ഹെയർ ബോ മേക്കിങ്ങിൻ്റെ മെറ്റീരിയൽസും അതുപോലെ തന്നെ ഡെയിലി വെയർ കളക്ഷൻസും സെയിൽ ചെയ്യുന്നുണ്ട്. ഡ്രസ്സ് ഐറ്റംസ് അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ട് ഹെയർ ആക്സസറീസും ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിനു മുന്നേ ഒരുപാട് വീഡിയോസ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണാം കേട്ടോ. ഒരുപാട് അഫോർഡബിളായിട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഒരുപാട് കിറ്റുകൾ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റെഗുലർ കസ്റ്റമേഴ്സും അതുപോലെ തന്നെ റെഗുലറായിട്ടുള്ള വ്യൂവേഴ്സും ഡെയിലി നമുക്ക് മെസ്സേജ് ചെയ്യാറുണ്ട്, എന്തുകൊണ്ടാണ് യൂട്യൂബിൽ വീഡിയോ ഇല്ലാത്തത്, എന്താ പറയുക, പുതിയ മെറ്റീരിയൽ കിറ്റൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജസ് നമുക്ക് വരുന്നുണ്ട്. നമ്മൾ റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചൊരു സിറ്റുവേഷൻ്റെ കാരണം നമുക്ക് നെറ്റ്വർക്ക് റെഡി ആയിട്ടില്ല ഇതുവരെ. പിന്നെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, ഫാമിലി ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് കുറച്ച് തിരക്കിലായതുകൊണ്ട് നമുക്ക് റെഗുലറായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ടുള്ളൊരു മെറ്റീരിയൽ കിറ്റുമായിട്ടാണ് എത്തിയിട്ടുള്ളത്. ഒരുപാട് പേര് നമ്മളോട് എൻക്വയറി ചെയ്തിട്ടുള്ള 2-3 ടൈപ്പ് ഹെയർ ആക്സസറീസ് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള ഒരു കിറ്റാണ്. ഒരുപാട് നാളായി ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നു. ഞാൻ അതിൻ്റെ ഒരു മോഡൽ ചെയ്ത് വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഒരു കിറ്റ് ചെയ്യുമോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഒഴിവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കിറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ അതിന് മാത്രം ബൾക്കായിട്ട് മെറ്റീരിയൽ എന്താ പറയുക, ആ ഒരു മെറ്റീരിയൽസ് ബൾക്കായിട്ട് അറേഞ്ച് ചെയ്തതിന് ശേഷമാണ് കിറ്റ് ചെയ്യാറുള്ളൂ. കാരണം നമുക്ക് നല്ല റെസ്പോൺസ് കിട്ടാറുണ്ട് നമ്മൾ ഷെയർ ചെയ്യുന്ന കിറ്റിനൊക്കെ. അപ്പോൾ എല്ലാ മെറ്റീരിയലും അറേഞ്ച് ചെയ്ത് റെഡി ആയത് ഇപ്പോഴാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇത്ര ഡിലേ വന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആക്സസറീസ് എന്താണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു 6 ഹെയർ ബാൻഡ്സ് ചെയ്യാനുള്ള മെറ്റീരിയൽ കിറ്റാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന സെയിം എന്താ പറയുക ഹെയർ ആക്സസറീസ് തന്നെയാണ്. ഫസ്റ്റത്തെ നമ്മൾ ഈ ഒരു സിമ്പിളായിട്ടുള്ള എന്താ പറയുക സ്ക്വയർ ടൈപ്പിൽ വരുന്ന ഈ ഒരു ബീഡ് ഉണ്ടല്ലോ, ഇങ്ങനെ മൾട്ടി കളറിൽ തന്നെ ആയിരിക്കും ഉണ്ടാവുക. അതിൻ്റെ ഇടയിൽ കൊടുത്തിട്ടുള്ളത് ക്രിസ്റ്റൽ എഫക്റ്റിൽ വരുന്ന 4mm വരുന്ന ബീഡാണ് കേട്ടോ. പിന്നെ വൈറ്റ് ബീഡ്സും എൻഡ് ബീഡ്സും വെച്ചിട്ടാണ് ഈ ഹെയർ ബോ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഹെയർ ബോയ്ക്കാണ് നമുക്ക് കൂടുതലായിട്ട് കിറ്റ് ചെയ്യുമോ എന്നുള്ള എൻക്വയറീസ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട്. സൗണ്ട് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല. അപ്പോൾ എന്താ പറയുക, മെറ്റീരിയലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ സ്റ്റോൺ ചെയിനൊക്കെ 1 മീറ്ററൊക്കെ വാങ്ങണമല്ലോ. അപ്പോൾ ഒരുപാട് പേര് അത് കിറ്റായിട്ട് ഞങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അതിനുള്ളൊരു ഒഴിവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് ഞാൻ പറഞ്ഞ പോലെ മെറ്റീരിയൽ അറേഞ്ച് ചെയ്യാനും കിറ്റ് ചെയ്യാനൊക്കെ പറ്റിയില്ല. അപ്പോൾ ഈ ഒരു ഹെയർ ബാൻഡ് വീഡിയോ ഞാൻ ഒരുപാട് ലെങ്ത്ത് വരുത്തുന്നില്ല കേട്ടോ. അടുത്തത് വരുന്നത് ഇതേപോലെ ഡബിൾ ലെയറിൽ വരുന്ന ഈ ഒരു ഡബിൾ ഹോൾ വരുന്ന റോസ് ഫ്ലവർ വെച്ചിട്ട് ഇതിൻ്റെ മേക്കിംഗ് വീഡിയോ, ഇതിൻ്റെ ഏതോ ഒരു ടൈപ്പും ഇതിൻ്റെ ഫോട്ടോസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഷെയർ ചെയ്ത സമയത്ത് ഒരുപാട് പേര് കിറ്റ് ചെയ്യുമോ, ഡബിൾ ഹോൾ വരുന്ന റോസ് ഫ്ലവർ വെച്ചിട്ടുള്ള കിറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അടുത്തത് വരുന്നത് അതുപോലെ തന്നെ ഇതേപോലെ ഈ ഒരു ഡബിൾ ഹോൾ വരുന്ന ക്ലിപ്പിംഗ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഈ ഒരു ഹെയർ ബാൻഡ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് കേട്ടോ. അടുത്തത് ഈ ഒരു ഫ്ലവർ ബീഡ് വെച്ചിട്ട് 2 ടൈപ്പാണ് ചെയ്തിട്ടുള്ളത്. ഒരെണ്ണം ഇതും പിന്നെ ഒരെണ്ണം ഈ ഒരു ഫ്ലവർ ബീഡ്. ആദ്യത്തെ ഒരു 50 കിറ്റിൽ ഈ ഒരു സെയിം ഫ്ലവർ ബീഡ് തന്നെ ആയിരിക്കും ഉണ്ടാവുക. ചിലപ്പോൾ അതിന് ശേഷം വരുന്ന ഓർഡേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇതിന് എന്തൊക്കെ മെറ്റീരിയൽസാണ് ഈ ഒരു കിറ്റിനകത്ത് ഉണ്ടാവുമെന്ന് പറയാം. വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ കിറ്റിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്യുക കേട്ടോ. 5 വയർ ഹെയർ ബാൻഡ്സ് ഉണ്ടാവും. നമ്മുടെ ആ ഒരു ഡബിൾ ലെയർ വരുന്നത് ചെയ്യാനും കോപ്പർ ഷെയ്ഡ് തന്നെ ആയിരിക്കും, കാരണം കോപ്പർ ഷെയ്ഡാണ് നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത്. ഈ ഒരു കോപ്പർ ഹെയർ ബാൻഡിൽ 4mmൻ്റെ ഒരു ക്രിസ്റ്റൽ ബീഡ് ഇൻസേർട്ട് ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾ വേറെ ഹെയർ ബാൻഡ്സ് ഉപയോഗിക്കുന്ന വെച്ച് ചിലപ്പോൾ അത് ഇൻസേർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, ബീഡ് കയറില്ല. ഓക്കെ, അടുത്തത് വരുന്നത് ഇതുപോലുള്ള ഗോൾഡൻ ഹെയർ ബാൻഡ് 3 പീസ് ഉണ്ടാവും. ഒരു 3 ഹെയർ ബാൻഡ് ചെയ്യാനുള്ളത്. അതിനുശേഷം സ്റ്റോൺ ചെയിന് ആ ഒരു ഹെയർ ബാൻഡ് ചെയ്യാനുള്ള ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് സ്റ്റോൺ ചെയിൻ കട്ട് ചെയ്തിട്ടുണ്ടാവുക. ഈ ഒരു സെയിം സ്റ്റോൺ ചെയിൻ തന്നെ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. അതിനുശേഷം വരുന്നത് ഇതുപോലെയുള്ള റോസിൻ്റെ മെറ്റൽ ബീഡ്സ് 10 പീസായിരിക്കും ഉണ്ടാവുക. ഞാനിവിടെ ഇപ്പോൾ 9 പീസ് എടുത്ത് വെച്ചിട്ടുള്ളതാണ്, 10 പീസ് ഉണ്ടാവും കേട്ടോ. അടുത്ത് വരുന്നത് ഡബിൾ ഹോൾ വരുന്ന ഈ ഒരു റോസ് ഫ്ലവർ.
ഇത് 3 പീസ് റാൻഡം കളേഴ്സ് ആയിരിക്കും. വീഡിയോയിൽ കാണുന്ന സെയിം കളറെന്ന് ഞാൻ പറയില്ല, മൾട്ടി കളർ ആയതുകൊണ്ട് റാൻഡം കളേഴ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 കളറായിരിക്കും ആഡ് ചെയ്യുന്നുണ്ടാവുക. വൈറ്റ് മാത്രം തരുമോ അല്ലെങ്കിൽ ബ്ലൂ മാത്രം തരുമോ എന്ന് ചോദിക്കരുത്. കാരണം നമുക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ കിറ്റിന് നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വരും. അപ്പോൾ നമ്മളത് ഒരുമിച്ചാണ് പാക്ക് ചെയ്യുക. അപ്പോൾ അതിൽ കസ്റ്റമൈസേഷൻ പറഞ്ഞാൽ നമുക്ക് ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൾട്ടാണ്. അതിനുശേഷം വന്നിട്ടുള്ളത് ഈ ഒരു സ്ക്വയർ ഗ്ലാസ് എഫക്റ്റിൻ്റെ സ്ക്വയർ ബീഡ്, ഇതുപോലെ മൾട്ടി കളറിൽ കേട്ടോ. അടുത്തത് ആ ഒരു ഫ്ലവർ ബീഡിൻ്റെ ഹെയർ ബാൻഡ് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഗോൾഡൻ ബീഡ്. അതിനുശേഷം ഈ ഒരു ക്രിസ്റ്റൽ എഫക്റ്റിൽ വരുന്ന ഈ ഒരു ബീഡ് ഉണ്ടല്ലോ, ഇത് ആ നമ്പറിനേക്കാളും കുറച്ച് കൂടുതലുണ്ടാവും. കുറച്ച് മീൻസ് ഒരു 4-5 പീസ് കൂടുതലുണ്ടാവും. കാരണം ചെറിയ ബീഡാകുമ്പോൾ ചിലപ്പോൾ താഴെ ഇടും. നമ്മൾ കറക്റ്റ് നമ്പർ ഇടുമ്പോൾ ചിലർ പറയാറുണ്ട് കയ്യിൽ നിന്ന് മിസ്സായി പോയി, അതുകൊണ്ട് ഹെയർ ബാൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്ന്. അതുകൊണ്ട് ഒരു 4-5 പീസ് അധികം ഉണ്ടാവും. അടുത്തത് ഈ ഒരു ഫ്ലവർ ബീഡ്, ഈ ഒരു 5 പെറ്റൽ വരുന്ന ഈ ഒരു ഫ്ലവർ ബീഡ്. ഈ ഒരു 5 പെറ്റൽ വരുന്ന ഈ ഒരു ഫ്ലവർ ബീഡ് കേട്ടോ. ഇത് ആ ഒരു ഹെയർ ബാൻഡിനേക്കാളും 2 പീസ് എക്സ്ട്രാ ഉണ്ടാവും. ഇൻ കേസ് പൊട്ടിപ്പോവേ, ഐ മീൻ ട്രാൻസിറ്റിൽ പൊട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് 2 പീസ് എക്സ്ട്രാ വെച്ചിട്ടുണ്ടാവും. അടുത്തത് ഈ ഒരു 4 പെറ്റൽ വരുന്ന ഈ ഒരു ഫ്ലവർ ബീഡ്, ഇതും ഈ പറഞ്ഞ പോലെ 2 പീസ് എക്സ്ട്രാ ഉണ്ടാവും കേട്ടോ. അടുത്തത് ആ ഒരു വയർ ഹെയർ ബാൻഡിനുള്ള നമ്മുടെ എൻഡ് ബീഡ്, ഒരു ബീഡർ ഹെയർ ബാൻഡ് ഒരെണ്ണം ചെയ്യണത്, അപ്പോൾ അതിനുള്ള എൻഡ് ബീഡ് ഉണ്ടാവും. അതിന് ശേഷം ഈ ഒരു ക്ലിപ്പിംഗ് സ്റ്റോണ് ഒന്നുമില്ലാന്നുണ്ടെങ്കിൽ ഈ ഷെയ്ഡായിരിക്കും, ഈ ഒരു വീഡിയോയിൽ കാണുന്ന സെയിം ഷെയ്ഡായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു നേവി ബ്ലൂ ആയിരിക്കും. ഈ 2 ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും കിറ്റിലുണ്ടാവുക കേട്ടോ. അതിന് ശേഷം നമ്മൾ വെച്ചിട്ടുള്ളത് ഗ്രോസ് ഗ്രെയിൻ റിബണാണ്. ആ ഒരു എൻഡ് പോർഷനിൽ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ഗ്രോസ് ഗ്രെയിൻ്റെ റിബണാണ് കേട്ടോ. അപ്രോക്സിമേറ്റ്ലി 25 to 30 സെൻറ്റിമീറ്ററാണ് ലെങ്ത്ത് ഉണ്ടാവുക. പിന്നെ നമ്മുടെ വൈറ്റ് ബീഡ്സ്, നമ്മൾ ആ ഹെയർ ബാൻഡ്സൊക്കെ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ഇത്രയും ക്വാണ്ടിറ്റിയുള്ള വൈറ്റ് ബീഡ്സ് ഉണ്ടാവും. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് ഈ ഒരു കിറ്റിനകത്ത് വരുന്നത്. കിറ്റിൻ്റെ റേറ്റ് വരുന്നത് 225 രൂപ, ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് ചാർജസ് ആണ്. എക്സ്ട്രാ നിങ്ങൾക്ക് കുറച്ച് മെറ്റീരിയൽസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഒരുപാട് വെയിറ്റ് കൂടുകയെന്നുണ്ടെങ്കിൽ മാത്രമാണ് ഷിപ്പിംഗ് എക്സ്ട്രാ വരുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു കിറ്റിൻ്റെ കൂടെ തന്നെ വേറെ മെറ്റീരിയൽസും പർച്ചേസ് ചെയ്യാം. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസാണ്. മെറ്റീരിയൽസൊക്കെ ക്ലിയർ ആയിട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താഴെ ക്യാപ്ഷനിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തിട്ടുള്ള സെയിം നമ്പറാണ്. ആ 2 നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. കോൾ ചെയ്യരുത്, വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയും ഹെയർ അക്സറീസാണ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് എത്ര റേറ്റിൽ സെയിൽ ചെയ്യാമെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ചാൽ എന്താ പറയുക, ഇതിപ്പോൾ ഒരെണ്ണം നിങ്ങളിപ്പോൾ 225 രൂപ കൊടുത്ത് ഈ ഒരു കിറ്റ് വാങ്ങി ഒരെണ്ണത്തിന് 40 രൂപയുടെ ഉള്ളിൽ ഒരു 30 എത്രയൊക്കെ റേറ്റ് വരണുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ ബാൻഡ് ഒരു 100 രൂപയ്ക്ക് സെയിൽ ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഈ ഒരു ഹെയർ ബാൻഡും ഒരു 70 to 80 അല്ലെങ്കിൽ മിനിമം ഒരു 60 രൂപയ്ക്കെങ്കിലും നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. ഇതും ആ പറഞ്ഞതുപോലെ തന്നെ ഒരു 50 രൂപയ്ക്കെങ്കിലും നിങ്ങൾക്ക് സെയിൽ ചെയ്യാം. ഇതെല്ലാം നിങ്ങൾക്ക് മിനിമം ഒരു 35 to 45 രൂപയ്ക്ക് ഒരു പീസ് സെയിൽ ചെയ്യാം. ഇതും അതുപോലെ തന്നെയാണ്, 35 to 45 രൂപ റേറ്റിന് സെയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എത്ര രൂപയ്ക്ക് ഇത് മൊത്തം സെയിൽ ചെയ്യാം. ഞാൻ മിനിമം എമൗണ്ടാണ് കേട്ടോ പറഞ്ഞത്. അല്ല, ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇങ്ങനെ കിറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിലും ഞങ്ങളത് മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് സെയിൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ മിനിമം ഇത്ര റേറ്റ് നിങ്ങൾക്ക് വാങ്ങാം. ഓക്കെ, അപ്പോൾ കിറ്റ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് ചെയ്തോളാം. എത്രയും പെട്ടെന്ന് വേറൊരു വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് എത്തും കേട്ടോ. താങ്ക് യു.